ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അമ്മൂസ് ഐഷസൽഡ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന എഡിറ്റിംഗ് ആപ്പാണ്. ഇൻഷോട്ട് എന്നാണ് ആപ്പിൻ്റെ പേര്. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ ഇത് ബിഗിനേഴ്സിനായാലും അത്യാവശ്യം നല്ല ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ആപ്പാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ വെറുതെ ഒരു വീഡിയോ എടുത്തിട്ട് ആ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഓരോ സംഭവങ്ങളും എന്തിനു വേണ്ടിയിട്ടാണ്, എന്തൊക്കെയാണ് അതിൻ്റെയൊക്കെ യൂസ് എന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒറിജിനൽ വീഡിയോസൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ബിഗിനേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് ഓപ്ഷൻസ് വരുന്നുണ്ട്. ക്രോപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്, സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും, പിന്നെ ഫിൽറ്റർ ആഡ് ചെയ്യാൻ പറ്റും, സ്റ്റിക്കർ ആഡ് ചെയ്യാൻ പറ്റും, വോയിസ് ഓവർ ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്ട്രാ ഓഡിയോ ഉണ്ടല്ലോ, നമ്മൾ ചിലപ്പോൾ വോയിസ് ഓവർ ചെയ്യാൻ നേരത്ത് ഓൾറെഡി ആ ഒരു റെക്കോർഡിലുള്ള സൗണ്ട് ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു സൗണ്ട് നമുക്ക് കളയാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ബ്യൂട്ടി വ്ളോഗേഴ്സൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. ഈ ഒരു സൈഡിലായിട്ട് വേറെ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോൾ ചിലപ്പോൾ അതിനെ കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. അപ്പം ആമസോണിലെയും ഫ്ലിപ്കാർട്ടിലൊക്കെ ആ പ്രോഡക്റ്റിൻ്റെ പിക്ക് എടുത്തിട്ട് ഈ ഒരു സൈഡിലായിട്ട് ഇതുപോലെ ആഡ് ചെയ്യുന്നത്, ആ ഒരു ഓപ്ഷനും കൂടിയിട്ട് ഈ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എൻ്റെ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഞാൻ ആകെ യൂസ് ചെയ്തിട്ടുള്ള ഒരു എഡിറ്റിംഗ് ആപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇൻഷോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് തന്നെയാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ വേറെ ആപ്സ് ഒന്നും യൂസ് ചെയ്യാത്തത്. പിന്നെ ഞാൻ ഒരുപാട് എഡിറ്റിങ്ങും ചെയ്യാറില്ല, ബട്ട് ചെയ്തിട്ടുള്ളതൊക്കെ ഈ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ടാണ്. പിന്നെ ഞാൻ തംബ്നെയിൽസൊക്കെ ഇടുന്നതും ഈ ഒരു ആപ്പിൽ ഫോട്ടോ നമ്മൾ ആപ്പിൻ്റെ ഫ്രണ്ട് പേജ് ആദ്യം തന്നെ വരുമല്ലോ, അപ്പോൾ വീഡിയോ, ഫോട്ടോ, പിന്നെ വേറെ എന്തോ സംഭവം എഴുതിയിട്ടുള്ളൊരു പേജാണ് ഓപ്പൺ ആയിട്ട് വരിക. അപ്പോൾ അതിൽ ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോട്ടോസ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. ആ ഒരു സംഭവം വെച്ചിട്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ തംബ്നെയിൽസും മേക്ക് ചെയ്യാൻ പറ്റും. ഞാനത് യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്, വേറെ ആപ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ബെനിഫിറ്റും കൂടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് സംഭവം ഇങ്ങനെയൊക്കെ വന്നിരിക്കില്ലേ, ആ ഒരു രീതിയിലത്തെ സംഭവങ്ങളൊക്കെ എടുക്കാനായി ചില ഓപ്ഷൻസും ആ ഒരു ആപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫ്രീ ആയിട്ടും പേ ചെയ്തിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് മാത്രമാണ് എഡിറ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളൂ, പേ ചെയ്തിട്ടൊന്നും ഞാൻ എഡിറ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഏതെങ്കിലും യൂട്യൂബ് ചാനൽ കാണുക. അപ്പോൾ നിങ്ങളൊരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഓരോന്ന് എന്തിനൊക്കെയാണ് വേണ്ടതെന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഏതൊക്കെ യൂസ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത്, അതെല്ലാം നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.